ഇനി ഞാൻ പറയുന്നു, നിങ്ങൾ നോക്ക്, ലോകത്തുള്ള സർവമാന മുസ്ലിമീങ്ങളും മുശ്രിക്കുകളും കാഫിറുകളുമാകാനുള്ള കാരണം എന്താണ്? നമ്മൾ അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചു എന്നതാണ് പോയി. നമ്മൾ അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചിട്ടില്ല. അങ്ങനെ വെച്ച് കെട്ടി പറയുകയാണെങ്കിൽ എത്ര പറയാനുണ്ട്? അങ്ങനെ ആരോപിക്കുകയാണെങ്കിൽ എന്തൊക്കെ ആരോപിക്കാനുണ്ട്? തിരിച്ച് ഞങ്ങൾക്കും പലതും ആരോപിച്ചുകൂടെ? പക്ഷെ ഞങ്ങളത് പഠിച്ചിട്ടില്ല. ഞങ്ങൾ അതിനു വേണ്ടി ജീവിക്കുന്നവരല്ല, ഞങ്ങൾ അതിനു വേണ്ടി ജനിച്ചു വീണവരല്ല. സത്യം പറയാൻ, അതിന്റെ വിഷയത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ, ഇതിനാണ് ഞങ്ങൾ സന്നദ്ധരായിട്ടുള്ളത്. എന്നാ നിങ്ങൾ നോക്ക്, നമ്മൾ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നു, ആരാധന അല്ലാഹു അല്ലാത്തവർക്ക് നമ്മൾ സമർപ്പിക്കുന്നു എന്നാണ് നമ്മെ സംബന്ധിച്ചുള്ള ആരോപണം. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം, ഒരൊറ്റ മുസ്ലിമും ഒരൊറ്റ സുന്നിയും ഇന്നുവരെ അല്ലാഹു അല്ലാത്തവർക്ക് അല്ലാഹുവിനെ പോലുള്ള ഗുണങ്ങളിൽ ഏതെങ്കിലും ഒന്നോ ഉണ്ടെന്ന് വിശ്വസിച്ചിട്ടില്ല. നമ്മുടെ പേരിലുള്ള ആരോപണങ്ങളാണ്. ആരോപണങ്ങൾ പറഞ്ഞു എന്നതുകൊണ്ട് കാര്യത്തിന്റെ യാഥാർത്ഥ്യം ഇവിടെ തെളിയാൻ പോകുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുന്ന ഒരു മുസ്ലിം അവന്റെ മനസ്സിലുള്ളത് എന്താണ്? നിങ്ങൾ ചോദിച്ചു നോക്കൂ. പ്രായമുള്ള ഒരു ഉമ്മ യാ റസൂലല്ലാഹ്, അല്ലെങ്കിൽ പ്രായമുള്ള ഒരു ഉപ്പ തന്റെ വീട്ടിൽ വെച്ച് യാ റസൂലല്ലാഹ് എന്നൊന്ന് വിളിച്ചാൽ ആ ഉപ്പയോടോ അല്ലെങ്കിൽ ആ ഉമ്മയോടോ നിങ്ങളൊന്ന് ചോദിക്കുക, ഉമ്മ നിങ്ങൾ വിളിക്കേണ്ടത് റബ്ബിനെയാണ്, നിങ്ങൾ റസൂലുള്ളാഹിനെ വിളിച്ചത് ഏതർത്ഥത്തിനാണ്? റസൂലുള്ള അല്ലാഹയാണോ? ഉടനെ തന്നെ ഉമ്മയുടെ മറുപടി റസൂലുള്ളാഹ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ മോനെ തിരിഞ്ഞില്ലേ, അല്ലാഹുവാണെന്ന ലക്ഷ്യമല്ല, റസൂലുള്ളാഹ് എന്നാണ് വിളിച്ചത്, അല്ലാഹുവിന്റെ റസൂലായ നബിയേ. അപ്പൊ അല്ലാഹുവാണെന്ന് ഇവിടെ ആരും വിശ്വസിക്കുന്നില്ല, അല്ലാഹുവിന്റെ ഗുണങ്ങളുണ്ടെന്നും വിശ്വസിക്കുന്നില്ല. പക്ഷേ അബൂജഹിലിനെ പോലുള്ള, ഉമയ്യത്തിനെ പോലുള്ള, ഉത്ബത്തിനെ പോലുള്ള മക്കാ മുശ്രിക്കുകളായ ആളുകൾ അവർ അല്ലാഹുവിലുള്ള പല ഗുണങ്ങളും അവർ വിശ്വസിക്കുന്ന ദൈവങ്ങളിൽ അവർ വെച്ചു പുലർത്തിയിരുന്നു. മാത്രമല്ല, നമ്മൾ വിശ്വസിക്കുന്ന ഒരു അല്ലാഹുവിനല്ല അവർ വിശ്വസിച്ചിരുന്നത്. അല്ലാഹ് എന്നല്ലേ അവർ പറയുന്നത്. അല്ലാഹ് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്ന അല്ലാഹ് ആവണമെന്നുണ്ടോ? കാരണം എന്താണ്? അവർ പറയുന്നത് മക്കളുള്ള അല്ലാഹയാണ്. മക്കളുള്ള അല്ലാഹുവിനെ ലോകത്തൊരു മുസ്ലിമും പരിചയപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അല്ലാഹ് എന്ന് പറയണില്ലേ, അതിനെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം പെൺകുട്ടികൾ, മലക്കുകൾ അല്ലാഹുവിന്റെ പെൺകുട്ടികളാണ്. ഉസൈർ നബിയും ഈസ നബിയും ഒക്കെ അല്ലാഹുവിന്റെ ആൺകുട്ടികളാണ്. ഇങ്ങനൊക്കെ പറയുന്ന ഒരു റബ്ബ്, അങ്ങനത്തെ ഒരു റബ്ബ് ലോകത്തില്ല. ആ റബ്ബിലാണ് അവർ വിശ്വസിച്ചത്. അത് സാങ്കല്പിക ദൈവമാണ്, യഥാർത്ഥ ദൈവമല്ല. എന്നിട്ട് ഹുസൈൻ സലഫി തന്നെ വിശദീകരിക്കാണ് പിന്നെ അബൂജഹലിന്റെ മഹത്വം. അബൂജഹലിന്റെ മൗലിദാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അബൂജഹലിന്റെ മഹത്വം കണ്ട് പറഞ്ഞു അവസാനം അബൂജഹലൊക്കെ ഇവിടെയുള്ള എല്ലാ സുന്നികളെക്കാളും വളരെ വലിയ ഈമാനുള്ള ആളായിട്ടാണ് അബൂജഹലിനെ ചിത്രീകരിക്കുന്നത്. അബൂജഹലിന് മഅരിഫത്ത് വരെ ഉണ്ട് എന്ന് പറയും. ഔലിയാക്കൾക്കൊക്കെ ഉണ്ടാകുന്ന മഅരിഫത്ത് ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട് എന്ന് വാദിക്കുകയാണ് ആര്? ഹുസൈൻ സലഫി. ആ ഭാഗം നിങ്ങളൊന്ന് കേൾക്ക്. അല്ലാഹുവിലുള്ള എല്ലാവിധ വിശ്വാസങ്ങളും അബൂജഹലിന് അടങ്ങിയിട്ടുണ്ട് എന്ന രൂപത്തിൽ അല്ലാഹുവിനെ അറിഞ്ഞ ആളായിരുന്നു അബൂജഹല്. നമ്മൾ പറയുന്ന അതേ അല്ലാഹുവിൽ തന്നെയാണ് അബൂജഹലും ടീമും വിശ്വസിച്ചിരുന്നത് എന്ന രൂപത്തിലുള്ള പ്രഭാഷണമാണ് ഹുസൈൻ സലഫി നടത്തുന്നത്. എന്തിനു വേണ്ടി? നമ്മെ മുശ്രിക്കാക്കാൻ, നമ്മൾ അവരെക്കാളും ടോപ്പ് മുശ്രിക്കീങ്ങളാണ് എന്നിവിടെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയാണ് അബൂജഹലിനെ മുഅ്മിനായി ചിത്രീകരിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്ന അബൂജഹൽ അടക്കമുള്ള ജനത, അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ? അതാണ് നമ്മുടെ തർക്കം. വിശ്വാസമില്ല എന്നൊരു കൂട്ടർ പറയുന്നു. അറേബ്യൻ മുശ്രിക്കുകൾ അല്ലാഹുവിനെ അംഗീകരിച്ചവരല്ല എന്ന് ചില ആളുകൾ ഇപ്പോഴും പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയട്ടെ, അബൂജഹൽ അല്ലാഹനെ അറിഞ്ഞ ആളാണ്. അബൂജഹൽ അല്ലാഹനെ അറിഞ്ഞ ആളാണ്. അല്ലാഹനെ ഖാലിഖായി അംഗീകരിച്ചയാളാണ്. അല്ലാഹനെ റാസിഖായി അംഗീകരിച്ചയാളാണ്. മക്കയിലെ മുശ്രിക്ക് അല്ലാഹനെ തള്ളിയവരല്ല, അല്ലാഹുവിനെ റബ്ബായിട്ട് അംഗീകരിക്കുന്നവർ തന്നെയാണ്.
മക്കയിലെ മുശ്രിക്ക് അള്ളാനെ തള്ളിയവരല്ല, അള്ളാഹുവിനെ റബ്ബായിട്ട് അംഗീകരിക്കുന്നവർ തന്നെയാണ്. അള്ളാഹുവിന് വേണ്ടി അവർ നോമ്പനുഷ്ഠിച്ചിരുന്നു, അള്ളാഹുവിന് വേണ്ടി അവർ നേർച്ച വഴിപാടുകൾ സമർപ്പിച്ചിരുന്നു, അള്ളാഹുവിന് വേണ്ടി അവർ പള്ളിയിൽ ഇഴ്തികാഫിരുന്നിരുന്നു, അള്ളാഹ്ക്ക് വേണ്ടി തന്നെ അവർ തൽബിയത്ത് ചൊല്ലിയിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ തവാഫ് നടത്തിയിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ ധർമ്മം ചെയ്തിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ നാക്കാലികളെ അറവ് നടത്തുകയും ചെയ്തിരുന്നു. അവര് അല്ലാഹു എന്ന് അവരംഗീകരിച്ചതാരാണോ അത് നാം പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അതൊക്കെ ഒരു സാങ്കല്പിക അല്ലാഹു, മക്കളുള്ള അല്ലാഹു, മലക്കുകൾ പെൺകുട്ടികളായി ജനിച്ചിട്ടുള്ള അല്ലാഹു, ഉസൈർ നബിയും ഈസ നബിയും ഒക്കെ ആൺകുട്ടിയായി പിറന്ന അല്ലാഹു. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ ഒരു അല്ലാഹ് ഉണ്ടോ? അത് പഞ്ചസാര ചാക്കിന്റെ മുകളിൽ സിമന്റ് എഴുതി വെച്ച സാധനം, അതുകൊണ്ട് സിമന്റ് ആവൂലല്ലോ. പേരെഴുതി വെച്ചു എന്നതുകൊണ്ട് സാധനം ഒറിജിനൽ ആകണമെന്നില്ല. എന്നതുപോലെ അബൂജഹലും അവരൊക്കെ അല്ലാഹ് എന്ന പേര് പറഞ്ഞു എന്നതുകൊണ്ട് ഇവിടത്തെ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന അല്ലാഹ് ആവുകയില്ല. എന്നിട്ട് നിങ്ങൾ നോക്കൂ, അവരെ സംബന്ധിച്ചാണ് ഖുർആനിൽ പറയുന്നത്, ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. അൽ-ബഖറ സൂറത്ത് മറിക്കൂ നിങ്ങൾ, അതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇന്നല്ലദീന കഫറൂ, കാഫിറുകളായ ജനങ്ങൾ, അഥവാ അബൂജഹലിനെ പോലുള്ള അബൂലഹബിനെ പോലുള്ള അതുപോലെയുള്ള മക്കയിലെ മുശ്രിക്കുകൾ, അവരെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു ഇന്നല്ലദീന കഫറൂ, അവിശ്വാസികളായ ആളുകൾ, സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും, അവരെ മേൽ തങ്ങൾ താക്കീത് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും രണ്ടും തുല്യമാണ്. അതേ, ലാ യുഅ്മിനൂൻ, അവര് വിശ്വസിക്കൂല നബിയേ. വീണ്ടും അല്ലാഹു പറയുന്നു ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, അവരെ ഹൃദയങ്ങളുടെ മേൽ അല്ലാഹു സീൽ വെച്ചിരിക്കുന്നു, വഅലാ സംഇഹിം, അവരുടെ കേൾവികളുടെ മേലിലും ചെവികളുടെ മേലിലും സീൽ വെച്ചിരിക്കുന്നു, വഅലാ അബ്സാരിഹിം ഗിശാവ, അവരെ കണ്ണുകളുടെ മേൽ ഒരു തരം മൂടിയുണ്ട്, വലഹും അദാബുൻ അലീം, അവർക്ക് ഗംഭീരമായ ശിക്ഷയുണ്ട്. ഇവരാണോ യഥാർത്ഥ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്തവർ? ഇവരാണോ യഥാർത്ഥത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന അതേ അല്ലാഹുവിൽ വിശ്വസിച്ചവര്? പിന്നെ അവരെ സംബന്ധിച്ച് അല്ലാഹ് എങ്ങനെയാണോ പറയേണ്ടത്? ഇനി നിങ്ങൾ നോക്ക്, അവര് നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന റബ്ബിലല്ല അവര് ആരാധിച്ചിരുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന ആയത്തിലൂടെ, എന്ന സൂറത്തിലൂടെ അല്ലാഹു വിശദീകരിക്കുന്നത്. ആർക്കും അറിയുന്ന സത്യം റസൂലുള്ളാഹി തങ്ങളോട് പറയാൻ വേണ്ടി അല്ലാഹു നിർദ്ദേശിക്കുകയാണ്. ഖുൽ, നബിയെ തങ്ങൾ പറയുക, യാ അയ്യുഹൽ കാഫിറൂൻ, ഓ മക്കയിലെ മുശ്രിക്കുകളായിട്ടുള്ള കാഫിറുകളായിട്ടുള്ള ജനങ്ങളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. അപ്പൊ യഥാർത്ഥ അല്ലാഹുവിലായിരുന്നു അവരാരാധന സമർപ്പിച്ചിരുന്നെങ്കിൽ അള്ളാന്റെ റസൂല് പറഞ്ഞത് എത്രയോ വലിയ തെറ്റാകില്ലേ? ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതും എത്രയോ വലിയ തെറ്റാകില്ലേ? അങ്ങനെയാണെങ്കിൽ പറയേണ്ടത് എന്താ? നിങ്ങൾ ആരാധിക്കുന്ന റബ്ബിൽ തന്നെയാണ് ഞാനും ആരാധിക്കുന്നത്, പക്ഷേ നിങ്ങൾ ആ ആരാധനയിൽ ശിർക്ക് വെക്കുന്നു, ഞാൻ അങ്ങനെ ശിർക്ക് വെക്കുന്നില്ല. അങ്ങനെയാണോ റസൂലുള്ളാഹിനോട് പറയാൻ വേണ്ടിയിട്ട് അല്ലാഹ് പറഞ്ഞത്? അല്ല, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. അപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന അതേ അല്ലാഹ് അല്ല അവർ വിശ്വസിച്ച അല്ലാഹ് എന്ന് പറയുന്നത്. അവര് മക്കളുള്ള ഒരു തരം അല്ലാഹുവിലാണ് വിശ്വസിച്ചത്. അങ്ങനത്തെ അല്ലല്ല. അതിന് അല്ലാഹ് പേരിട്ടത് കൊണ്ട് സാധനം ഒറിജിനൽ ആകൂല. അതിനാ ഞാൻ ഇത് പറഞ്ഞത്. ഇനിയും കേട്ടോ നിങ്ങൾ, വലാ അൻതും, നിങ്ങളല്ല കേട്ടോ, ആബിദൂന, ആരാധിക്കുന്നവരല്ല, മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവനല്ല. റസൂലുള്ളാഹിനോട് പറയാൻ വേണ്ടി അല്ലാഹ് പറയാ, ഞാൻ ആരാധിക്കുന്നത് യഥാർത്ഥ റബ്ബിൽ, ആ റബ്ബിലല്ല നിങ്ങൾ ആരാധിക്കുന്നത്.
വളരെ വ്യക്തമായി ഖുർആനിൽ അള്ളാഹ് വിശദീകരിച്ചപ്പോ ഇവൻ പറയാ നമ്മൾ വിശ്വസിക്കുന്ന അതേ അള്ളാഹുവിനെ തന്നെയായിരുന്നു അവരും വിശ്വസിച്ചിരുന്നത്, അവരും ആരാധിച്ചിരുന്നത്. എന്തുമാത്രം വിഡ്ഢിത്വമാണിത്, എന്തുമാത്രം വിവരക്കേടാണിത്. ഇതാണോ 1921 ശേഷം ഇസ്ലാമിന്റെ ആളുകൾ എന്ന് പറഞ്ഞ് ലോക മുസ്ലിമീങ്ങളെ തള്ളി അവരൊക്കെ നരകത്തിന്റെ ആളുകളും അവരൊക്കെ ഖാഫിറുകളും മുശ്രിക്കുകളുമാണ്, നിരീശ്വരവാദിയായാൽ കുഴപ്പമില്ല, അതിനേക്കാൾ ഗൗരവമാണ് AP സുന്നിയും ഈക്ക സുന്നിയുമായി ജനിക്കുക എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ പരസ്യമായി രംഗപ്രവേശനം ചെയ്തത്? നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാ പറയുന്നത്. മാന്യമായി പറയുന്നു, സത്യം സത്യമായി നിങ്ങൾ ഗ്രഹിക്കണം. അല്ലാഹു അതിനുള്ള തൗഫീഖ്